നമസ്കാരം. PS ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇനി വരുന്ന LDC പരീക്ഷകൾ, അതായത് നമ്മുടെ ഓൾറെഡി തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷ കഴിഞ്ഞു. ഇനി മറ്റു ജില്ലക്കാർക്ക് ഇനി LDC പരീക്ഷ വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ടെലഗ്രാം ഗ്രൂപ്പിൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ലൈവ് സെക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സുഖമില്ല, എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റുകൾ എഴുതി വെക്കുക. അതുപോലെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേടാ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? യെസ്, ഈ വർഷത്തെ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആരാണ്? E.V. രാമകൃഷ്ണൻ. E.V. രാമകൃഷ്ണൻ ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആണ് E.V. രാമകൃഷ്ണൻ. ഓക്കെ അല്ലേ? എങ്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. അപ്പോൾ എന്താണ് കൂട്ടുകാരെ സുജലം എന്ന് പറഞ്ഞാൽ? സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. ഓക്കെ അല്ലേ? അപ്പം ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി കവിയും നിരൂപകനുമാണ് E.V. രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലമാണെങ്കിൽ അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ അല്ലെങ്കിൽ ശ്രീശങ്കർ. അപ്പം എന്താണ് ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. എങ്കിലും സംസ്ഥാനത്തെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? KB ഗണേഷ് കുമാർ. ഇവിടെ ആരാണ്? KB ഗണേഷ് കുമാർ. സംസ്ഥാനത്തെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. ഓക്കെ അല്ലേടാ? എങ്കിൽ സംസ്ഥാനത്തെ പുതിയ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആരാണ്? അത് രാമചന്ദ്രൻ കടന്നപ്പള്ളി. രാമചന്ദ്രൻ കടന്നപ്പള്ളി ാണ് സംസ്ഥാനത്തെ പുതിയ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളി. എങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റെടുത്തത് ആരാണ്? VN വാസവനാണ്. VN വാസവൻ. സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രിയാണ് VN വാസവൻ. VN വാസവൻ. സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. എങ്കിൽ പുതിയ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രി VN വാസവൻ. ഓക്കെ അല്ലേടാ? എങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളിയാണ് ഡോക്ടർ RV അശോകൻ. ഡോക്ടർ RV അശോകൻ. എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളിയാണ് ഡോക്ടർ RV അശോകൻ. ഓക്കെ, എങ്കിൽ കൊല്ലം വേദിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് ആരാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. കൊല്ലം വേദിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. ഓക്കെ അല്ലേ? ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊക്കെ ചോദിച്ച് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞാൽ? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ കവിയാണ് കുമാരനാശാൻ. കുമാരനാശാൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ കവിയാണ് കുമാരനാശാൻ. ഓക്കെ അല്ലേടാ? എങ്കിൽ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? അത് PK വീരമണിദാസനാണ്. PK വീരമണിദാസൻ. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. ഓക്കെ അല്ലേടാ? എങ്കിൽ കവിത മാംസഭോജിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരനാണ് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ. അപ്പം 2023 53ാമത് ഓടക്കുഴൽ അവാർഡിനെ PN ഗോപികൃഷ്ണനെ
അർഹനാക്കിയ കവിത ഏതാണ്? അത് കവിത മാംസഭോജിയാണ് എന്ന കവിതയാണ്. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം. ഒന്ന് ഓർത്തു വെക്കണേ, തെറ്റിപ്പോകരുത്. ചില PS ചോദിക്കാം 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചെന്ന് ചോദിച്ചാൽ തെറ്റിപ്പോകരുത്. ആർക്കാണ്? PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. ഓക്കെ അല്ലേടാ? എങ്കിൽ ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആര്? എസ് സോമനാഥ് എന്ന ISRO ചെയർമാൻ ആര്? എസ് സോമനാഥ്. അപ്പം ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരം എത്രയാണ്? ശ്രീശങ്കര പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപ സമ്മാനത്തുക. അർഹനായ വ്യക്തിയാണ് എസ് സോമനാഥ്. ഓക്കെ, ISRO ചെയർമാനാണ്. നിലവിലെ ISRO ചെയർമാൻ ആര്? എസ് സോമനാഥ്. എങ്കിൽ ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജ കുടുംബമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതിബായി. ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതിബായി. എന്താണ്? ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂറിലെ രാജകുടുംബമാണ് ആര്? പൂയം തിരുനാൾ ഗൗരി പാർവതിബായി. ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതിബായി. എങ്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്ര രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമം ഏതാണ്? അത് കുറ്റ്യാട്ടൂരാണ്. എന്താണ്? കുറ്റ്യാട്ടൂർ. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്ര രഹിത പഞ്ചായത്ത്. അതിദരിദ്ര പഞ്ചായത്തല്ല, അതിദരിദ്ര രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമമാണ് കൂട്ടുകാരെ കുറ്റ്യാട്ടൂർ. ഏതാണ്? കുറ്റ്യാട്ടൂർ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ എൻ്റെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് കുറവുകൾ തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എന്ത് കുറവുകൾ ഇനി എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നൊക്കെ എന്താണ് രേഖപ്പെടുത്തുക. ഇനി നല്ലതാണ് നല്ലതെന്ന് പറയുക. അതുപോലെ തന്നെ മോശമാണെങ്കിൽ മോശം അഭിപ്രായപ്പെടുക, ലൈക്കും കൂടി ചെയ്യുക. ഓക്കെ അല്ലേടാ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ് കൂട്ടുകാരെ? അത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ്. ഏതാണ്? കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? അത് തളിപ്പറമ്പ്. തളിപ്പറമ്പ്. കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പ്. ഓക്കെ അല്ലേടാ? ഇനി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സംവിധായകൻ ആരാണ്? അത് ബേസിൽ ജോസഫ്. ആരാണ്? ബേസിൽ ജോസഫ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകനാരാണ്? അത് ബേസിൽ ജോസഫ്. ആരാണ്? ബേസിൽ ജോസഫ്. ഓക്കെ അല്ലേ? എങ്കിൽ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരം ആൻസി സോജൻ. ആരാണ്? ആൻസി സോജൻ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരമാണ് അത് ആര് കൂട്ടുകാരെ? ആൻസി സോജൻ. ആൻസി സോജൻ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. ഇനി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരനാണ് കെ അഖിൽ. ആരാണ്? കെ അഖിൽ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരനാണ് ആര്? കെ അഖിൽ. കെ അഖിൽ. ഓക്കെ അല്ലേ? എങ്കിൽ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം നേടിയതാരാണ്? അത് ഡോക്ടർ PK രാധാമണിയാണ്. അതൊക്കെ രാധാമണി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരത്തിന് നേടിയത് ഡോക്ടർ PK രാധാമണി. ആർക്കാണ്? ഡോക്ടർ PK രാധാമണിയാണ്. ഓക്കെ. എങ്കിൽ മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി. എന്താണ്? മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് KK ഗംഗാധരനാണ്. ആർക്കാണ്? KK ഗംഗാധരൻ. മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി മലയാളം കഥേഗലു കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് KK ഗംഗാധരൻ. ഓക്കെ. എങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് അല്ലേ? എന്താണ്? മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ എന്താണ്? മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ ഏതാണ്? അത് മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ അല്ലേടാ? എങ്കിൽ 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് ആരാണ്? അത് പ്രതിഭാറയാണ്. എന്താണ്? 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് പ്രതിഭാറെ. ആരാണ്? പ്രതിഭാറെ. ഓക്കെ. എങ്കിൽ ഇന്ത്യൻ
ഭാഷാകൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ മലയാളിയാണ് ആര്? പ്രഭാവർമ്മ. ആരാണ്? പ്രഭാവർമ്മ. ആരാണ്? സരസ്വതി സമ്മാൻ പുരസ്കാരം സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പ്രഭാവർമ്മ. ഇന്ത്യൻ ഭാഷാകൃതികൾക്കുള്ള ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ മലയാളിയാണ് ആര് കൂട്ടുകാരെ? പ്രഭാവർമ്മ. പ്രഭാവർമ്മ. ഓക്കെ അല്ലേടാ? എങ്കിൽ സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കോൺഗ്രസിലെ IV ദാസ് പുരസ്കാരം എന്താണ്? സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം നേടിയ കഥാകാരനാണ് ആര്? എം മുകുന്ദൻ. ആരാണ്? എം മുകുന്ദൻ. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കോൺഗ്രസിൻ്റെ IV ദാസ് പുരസ്കാരം നേടിയ കഥാകാരനാണ് ആര്? എം മുകുന്ദൻ. ആരാണ്? എം മുകുന്ദൻ. സെറ്റിലടാ? സെറ്റല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോബ്സ് മാഗസീൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയാണ് സാറാ ജോർജ് മുത്തൂറ്റ്. ആരാണ്? സാറാ ജോർജ് മുത്തൂറ്റ്. എന്താണ്? ഫോബ്സ് മാഗസീൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയാണ് ആര്? സാറാ ജോർജ് മുത്തൂറ്റ്. ആരാണ്? സാറാ ജോർജ് മുത്തൂറ്റ്. എങ്കിൽ ഫോബ്സ് മാഗസീൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയതാരാണ്? അത് MA യൂസഫ് അലി. ആരാണ്? MA യൂസഫ് അലി. എന്താണ്? ഫോബ്സ് മാഗസീൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയത് MA യൂസഫ് അലി. ആരാണ്? MA യൂസഫ് അലി. എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയായ ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരം ഏതാണ്? അത് കോഴിക്കോട്. ഏതാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയായ ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരമാണ് ഏത് കൂട്ടുകാരെ? കോഴിക്കോട്. ഏതാണ്? കോഴിക്കോട്. ഓക്കെ. എങ്കിൽ കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ നിന്നാണ് കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഉദയ്. എന്താണ്? ഉദയ്. എന്താണ്? ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഉദയ്. ഉദയ്. ഓക്കെ അല്ലേ? അപ്പം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയായ ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരം കോഴിക്കോട്. കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് കൂട്ടുകാരെ ഉദയ്. ഓക്കെ അല്ലേടാ? എങ്കിൽ 18ാം ലോകസഭാ രൂപീകരണത്തിനുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം എത്രയാണ്? യെസ്, 2024 ഏപ്രിൽ 26. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പല്ലേ? യെസ്. എന്താണ്? 18ാം ലോകസഭാ രൂപീകരണത്തിനുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു എത്രാമത് ലോകസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത്? കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു അല്ലേ? 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പാണ്. ചിലപ്പം ഇനി 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടന്നതെന്ന് ചോദിക്കുക. അപ്പോഴാണ് 2024 ഏപ്രിൽ 26. ഓക്കെ അല്ലേടാ? അപ്പോൾ 18ാം ലോകസഭാ രൂപീകരണത്തിനുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം 2024 ഏപ്രിൽ 26 രണ്ടാം ഘട്ട പോളിംഗ് ആണ് ഇവിടെ കേരളത്തിൽ നടന്നത്. ഓക്കെ അല്ലേ? അതും കൂടി ഒന്ന് ഓർത്തു വെക്കണേ. യെസ്. എങ്കിൽ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എത്രയാണ്? അത് 71.27. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാണാതെ പോകുന്ന ചെറിയ പോയിന്റ് ഒക്കെയാണ് PSC ചോദിക്കുക. അപ്പം 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എത്രയാണ് കൂട്ടുകാരെ? അത് 71.27%. ഓക്കെ അല്ലേടാ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര അല്ലേ? ഷാഫി അല്ലേ? എന്താണ്? ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര. എത്രയാണ് പോളിംഗ് ശതമാനം? 78.41%. എത്രയാണ്? 78.41. ഓക്കെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ എവിടെയാണ്? അത് പത്തനംതിട്ട. എത്രയാണ്? പത്തനംതിട്ട. എത്രയാണ് പോളിംഗ് ശതമാനം? 63.37%. എത്രയാണ്? 63.37%. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് വടകരയും. എത്രയാ? 78.41%. അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് 63.37% പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ടയാണെങ്കിൽ 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച മലയാളിയാണ് ഹേമചന്ദ്രൻ M. നായർ. എന്നാണ് 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ നോക്കിയേ. എൻ്റെയൊക്കെ അച്ചാച്ച അല്ലെങ്കിൽ നിങ്ങളൊക്കെ അച്ചാച്ച
അച്ചാച്ചത്ര 70 വയസ്സുള്ള ഒരു അച്ചാച്ചൻ, നമ്മുടെ അച്ചാച്ചനൊക്കെ ആ ക്രിക്കറ്റ് ലോകകപ്പ് ക്രിക്കറ്റ് കളിക്കുന്നല്ലേ, എന്ത് രസമാണല്ലേ. അപ്പം 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളിയാണ് ആര്? ഹേമചന്ദ്രൻ എം നായർ. ആരാണ്? ഹേമചന്ദ്രൻ എം നായർ. ഓക്കെ അല്ലേടാ. എങ്കിൽ 2024 SSLC 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം എത്രയാണ്? അത് 99.69% എന്നാണ്. 2024 SSLC 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം എത്രയാണ്? 99.69%. 99.69%. ഓക്കെ അല്ലേടാ. എങ്കിൽ 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരമാണ് കൊച്ചി. കൊച്ചി എന്നാണ്. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരം കൊച്ചിയാണ്. എവിടെയാണ്? കൊച്ചി. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്. എപ്പോഴാണ് വിഴിഞ്ഞം പോർട്ട്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിന് അനുമതി ലഭിച്ച തുറമുഖമാണ് കൂട്ടുകാരേത്? വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട്. ഓക്കെ അല്ലേടാ. എങ്കിൽ ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം എന്നാണ്. കേരളം. ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് കേരളമാണ്. ഇതാണ് കേരളം. ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളം. ഓക്കെ അല്ലേടാ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ എന്നാണ്. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ഇന്ത്യയിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. എന്താണ്? സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിമാനത്താവളമാണ് ഇത്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ സിയാൽ. എന്താണ്? 2024 സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് കൊച്ചി അല്ലെങ്കിൽ സിയാൽ. ഓക്കെ അല്ലേടാ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 18 സീറ്റ് നേടി മേധാവിത്വം നേടിയ രാഷ്ട്രീയ സഖ്യമാണ് UDF. എത്ര സീറ്റാണ് UDF നേടിയത്? 20 മണ്ഡലങ്ങളിൽ 20 സീറ്റിൽ 18 സീറ്റും ആര് നേടി? നമ്മുടെ UDF നേടുകയുണ്ടായി. ഓക്കെ. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. സീ യു.